എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഷിന്യുവിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പൊ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. അവൻ വിചാരിക്കും ഇന്നലെ രാത്രി എന്തുവാ സംഭവിച്ചതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കും. പെട്ടെന്ന് അവൻ വിചാരിക്കും എന്തായിരുന്നാലും ഞാൻ അവളെ കിസ് ചെയ്ത് കാണത്തില്ല, ഇനി അഥവാ ഞാൻ കിസ് ചെയ്യാൻ ചെന്നപ്പോൾ അവൾ എന്നെ തള്ളി മാറ്റിയോ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ആലോചിക്കും. പെട്ടെന്ന് അവൻ വിചാരിക്കും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവൾ എന്നെ ഒരിക്കലും തിരിച്ച് ഇവിടെ കൊണ്ടാക്കത്തില്ലായിരുന്നല്ലോ. അങ്ങനെ അവൻ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കും. അപ്പോൾ എന്തുവാ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവളെ കിസ് ചെയ്യും. കൂടെ തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ്റെ കൂടെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് അവൻ്റെ റൂമിൽ വന്നിട്ട് അവനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതായിട്ടൊക്കെ നമ്മുടെ ഷിന്യു ഇരുന്ന് മനസ്സിലാലോചിക്കും. എന്നിട്ട് അവൻ തന്നെ വിചാരിക്കും, അതായത് ഷിന്യു ആ സമയത്ത് പറയുന്നു എനിക്കിത് പറ്റത്തില്ല, എനിക്ക് എൻ്റെ പെണ്ണിനെ മാത്രമേ മനസ്സിൽ വിചാരിക്കാൻ പറ്റത്തുള്ളൂ, സോറി എന്നും പറഞ്ഞിട്ട് ഇവളെ തള്ളി മാറ്റുന്നതായിട്ട്. എന്നിട്ട് നമ്മുടെ ഷിന്യു വിചാരിക്കും എന്നാലും എനിക്ക് ഇത്രയും വിൽ പവർ ഉണ്ടായിരുന്നല്ലോ എന്ന്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഷിന്യുവിന് ഇപ്പോഴും നല്ല ഡൗട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അന്ന് തന്നെ രാവിലെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ജോയിനെ കാത്ത് അവളുടെ ഓഫീസിന്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്ന സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഷിന്യുവിന് ഒന്നും തന്നെ ഓർമ്മയില്ലല്ലോ. അപ്പൊ അവനാണെങ്കിൽ ഇതിനെപ്പറ്റി ഇവളുടെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പെട്ടെന്ന് നമ്മുടെ ജോയ് ചോദിക്കും, ഓ നീ എഴുന്നേറ്റോ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ഷിന്യു പറയാം, അതെ നമുക്കിടയിൽ എന്താ നടന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ നമ്മുടെ ജോയ് ചോദിക്കും, സത്യം പറ നിനക്ക് എല്ലാം ഓർമ്മയുണ്ടോ? അപ്പൊ നമ്മുടെ ഷിന്യുവിന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവും അതായത് ഇവനൊന്നും ഓർമ്മയില്ല എന്ന്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ജോ പറയും നിനക്ക് ഒരു കാലത്ത് ഓർമ്മ വരാൻ പോകുന്നില്ല, നീ എന്നാ പിന്നെ ഓർത്ത് പറ നമുക്കിടയിൽ എന്താ സംഭവിച്ചതെന്ന്. ഷിന്യുവിനാണെങ്കിൽ ഇത് കേൾക്കുന്നേ ഭയങ്കര പേടിയാവാൻ തുടങ്ങും. അവനറിയത്തില്ലല്ലോ അവർക്കിടയിൽ എന്താണ് നടന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിക്കാണെങ്കിൽ ഒരു കോള് വരുന്നതാ, ഒരാളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവളാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരും അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ ഏതാ നമ്മുടെ ഷിന്യുവിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് തന്നെയാണ്. അവളാണെങ്കിൽ നമ്മുടെ ജോയിനെ പിടിച്ചിരുത്തിയിട്ട് പറയും, ഷിന്യു പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം അറിഞ്ഞത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഭയങ്കര പേടിച്ചു. അവൾ വിചാരിക്കും ഈ ഷിന്യു ആണെങ്കിൽ ഇന്നലെ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നടന്ന കാര്യം അവളുടെ അടുത്ത് എന്ന് പറഞ്ഞു കൊടുത്തു എന്ന്. അപ്പോൾ ഈ എക്സ് ഗേൾ ഫ്രണ്ട് പറയും, അതായത് നിൻ്റെ അച്ഛൻ മരിച്ചുപോയ കാര്യം നീ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലായിരുന്നല്ലേ നിൻ്റെ അച്ഛൻ മരിച്ചു പോയത്, ഞാനിത് അറിയാതെ നിന്നോട് ഒരുപാട് റൂഡായിട്ട് ബിഹേവ് ചെയ്തു, എനിക്കതിൽ ഒരുപാട് കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ജോയിയുടെ മുമ്പിൽ ഇരുന്ന് കരയാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഷിന്യു അവിടേക്ക് വരും. അവൻ വന്നിട്ട് അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ചോദിക്കും, എന്ത് പറ്റി, നീ എന്തിനാ കരയുന്നതെന്ന്, ഇവള് നിന്നെ കരയിപ്പിച്ചോ? അപ്പോൾ അവൾ പറയും, അല്ല ഞാൻ അവളോട് ക്ഷമ ചോദിക്കുമായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ച് കഴിയുന്ന വേഗം തന്നെ നമ്മുടെ ജോ അവിടെ നിന്ന് അങ്ങ് പോവും. അതേസമയം തന്നെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കും, എന്നാലും നീ എന്ത് പറ്റി ഇവിടെ പെട്ടെന്ന് വന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, അത് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് പറയും, എടാ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഞാൻ ഇനി മുതൽ നിൻ്റെ ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു നല്ല ഷോക്കാവും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ശ്രദ്ധ മൊത്തം നമ്മുടെ ജോയിലായിരുന്നു. അവളാണെങ്കിൽ ഇപ്പം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയ് ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും അവളുടെ കയ്യിലായിട്ട് കുറച്ച് സ്നാക്സും ഉണ്ട്. അവിടെയായിട്ട് നമ്മുടെ വണ്ണ് വരും. എന്നിട്ട് അവൻ ചോദിക്കും, നീ എവിടേക്ക് പോവുക, നീ ലഞ്ച് കഴിച്ചോ എന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും, ഇല്ല ഞാൻ ലഞ്ച് കഴിച്ചില്ല, ഈ സ്നാക്സ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ നമ്മുടെ വൺ പറയും, എന്നാൽ പിന്നെ നീ എൻ്റെ കൂടെ വാ, നമുക്ക് രണ്ടു കൂടി ലഞ്ച് കഴിക്കാൻ പോവാ എന്ന്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് ഒരുങ്ങും. അവിടെ നമ്മുടെ വണ്ണാണെങ്കിൽ ജോയുടെ അടുത്ത് ചോദിക്കും, ഇന്നലെ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ പറയും, ഞാൻ ഇന്നലെ അവനെ സേഫായിട്ട് കൊണ്ടാക്കിയിട്ട് തിരിച്ചപ്പോഴും തന്നെ വന്നായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചേ നിങ്ങളെ വിളിക്കാമെന്ന്, പിന്നെ എനിക്ക് നിങ്ങളെ ശല്യം ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാനങ്ങ് കയറിപ്പോയി. അപ്പോൾ നമ്മുടെ വണ്ണി ചോദിക്കും, എന്നാലും നീയും അവനും തമ്മിൽ എന്താ ഇത്രയും ക്ലോസ് ആവാനുള്ള റീസൺ? എന്നാൽ നമ്മുടെ ജോയ്ക്കാണെങ്കിൽ എല്ലാം ഒന്നും റിവീൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറയും, നിങ്ങൾ തന്നെ ആ പൂവ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ നമ്മുടെ വണ്ണി ചോദിക്കും, ഏത് പൂവിനെ പറ്റിയാണ് നീ പറയുന്നത്? അപ്പോൾ നമ്മുടെ ജോയ് പറയും, അതായത് റെഡ് റോസസിനെ പറ്റും. അപ്പോൾ വണ്ണ് അവിടെ പറയും, അതായത് ഞാൻ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടില്ല എന്ന്. ജോയ്ക്കും മനസ്സിലാവത്തില്ല ഇവക്ക് പൂ കൊടുത്തത് ആരായെന്ന്. അപ്പോൾ അവൾ വിചാരിക്കും, എന്നാലും എനിക്ക് പൂ തരാൻ വേണ്ടിയിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല. അപ്പോൾ നമ്മുടെ വണ്ണി ചോദിക്കും, ഇനിയിപ്പോൾ ഷിന്യു അങ്ങനെ വെച്ചതായിരിക്കും. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ ഉറപ്പിച്ചു പറയും, അതൊരിക്കലും ഷിന്യു തന്നതല്ല, എന്താന്ന് വെച്ചാൽ അവൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തരാറില്ല. എന്നാൽ നമ്മുടെ വണ്ണ് പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെ എടുത്തങ്ങ് കളഞ്ഞേരെ. എന്നാൽ നമ്മുടെ ജോയ്ക്കാണെങ്കിൽ അതിനുള്ള മനസ്സുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ഫുഡ് കഴിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വണ്ണ് പറയും, ഞാൻ ഓൾറെഡി കഴിച്ചായിരുന്നു, നിന്റെ കൂടെ വന്നതാ എന്ന്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്ക്ഡ് ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇവളുടെ കൂടെ വന്നില്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജോയിനെയാണ്. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിട്ട് ഈ റെഡ് കളർ പൂവില്ലേ അതിനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ഒരു നിമിഷം പോലും അലയ്ക്കാതെ അതിനെ ആണെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലായിട്ട് എടുത്തിടും. എന്നിട്ട് അവളിങ്ങനെ നോക്കുമ്പോൾ എന്തോ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്
അവിടെ കാണാനില്ല. സത്യം പറഞ്ഞാൽ ആ ഡ്രസ്സ് അവൾ ശ്രദ്ധിക്കാനുള്ള റീസൺ തന്നെ അവളുടെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ അവളുടെ വീട് മൊത്തവും കിടന്ന് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ ഷിന്യു വിളിക്കും. ഷിന്യുവിൻ്റെ ഫസ്റ്റ് കോളിൽ തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ്റെ കോൾ എടുക്കും. അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും, ആഹാ ഇന്ന് കൊള്ളാലോ, നീ എൻ്റെ ഫസ്റ്റ് കോളിൽ തന്നെ എടുത്തല്ല. അപ്പോൾ നമ്മുടെ ജോ പറയും, ഞാനിവിടെ ആണെങ്കിൽ എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തേടിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും, അതിനും വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് സാധനമാണ് നീ തേടുന്നത്? അപ്പോൾ നമ്മുടെ ജോ പറയും, അതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്, അതിവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഷിന്യു ആണെങ്കിൽ പറയും, ഞാനും കൂടി നിൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് തേടിയാലോ. അപ്പോൾ നമ്മുടെ ജോ പറയും, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നീ അവിടെ അടങ്ങിയിരിക്കും. അപ്പോൾ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള ഫീലിങ്സ് പറയാനായിട്ട് തുടങ്ങും. അതായത് അവനാണെങ്കിൽ ഇപ്പോൾ അവളെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നീ ആണെങ്കിൽ ആ വണ്ണിൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ജലസ് ആവുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ജോയ് ആണെങ്കിൽ ഷിന്യുവിൻ്റെ അടുത്ത് ചോദിക്കും, നീയാണോ എനിക്ക് ആ റെഡ് കളറിലെ ഫ്ലവേഴ്സ് അയച്ചത്? അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും, ഇല്ലല്ലോ, ഞാനൊരു ഫ്ലവേഴ്സും അയച്ചിട്ടില്ല. അല്ല, നിനക്ക് ആര് ഫ്ലവേഴ്സ് അയച്ചാൽ അത് ഞാനാ അയച്ചെന്ന് നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത്? നിൻ്റെ ആ ഡെസ്റ്റിനി ആയിക്കൂടെ, അതായത് നിൻ്റെ വീടിൻ്റെ താഴെയുള്ളവൻ, നീ എന്താ അവനെ സംശയിക്കാതെ? അപ്പം നമ്മുടെ ജോ പറയും, അത് നിന്നെ ബാധിക്കുന്ന കാര്യമില്ല, ഞാനൊന്ന് ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര ജലസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാ. ഇതൊക്കെ കേൾക്കുന്നേയും നമ്മുടെ ജോയ് അങ്ങ് മിണ്ടാണ്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നേയും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ തന്നെ രണ്ടെണ്ണോടി വേഗം അടിയിടാൻ തുടങ്ങും. അക്കൂട്ടത്തിൽ നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, ഇനി മേലെ എൻ്റെ അടുത്ത് അടുത്തോട്ട് വന്നു പോരുത് കേട്ടല്ലേ, കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ ഉമ്മ വയ്ക്കാനങ്ങാണ് വന്ന. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിന് ഭയങ്കര ഡൗട്ടാവും. അവൻ ചോദിക്കും, നീ ഇപ്പം എന്തോ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ജോ പറയും, ഞാൻ പറഞ്ഞത് സത്യം തന്നെ. അപ്പോൾ നമ്മുടെ ഷിന്യു ഒരു ആലോചിക്കും, ദൈവമേ, അപ്പോൾ ഇവള് പറഞ്ഞ് ഇത്രയും ദേഷ്യപ്പെട്ട് അവർ ടോണൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ കാണിച്ചെന്ന. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്യുവിനെയാണ്. അവനാണെങ്കിൽ അടുത്ത ദിവസം ഓഫീസിൽ നിൽക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മളുടെ വൺ അവിടേക്ക് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ വണ്ണിൻ്റെ അടുത്ത് പറയും, നീ എന്നാ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകുന്നത്? അപ്പോൾ വണ്ണ് പറയും, ഞാനെന്തിനാ ആ വീട് വിട്ട് ഒഴിഞ്ഞു പോകുന്നത്? അതെൻ്റെ വീടല്ലേ. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, ഇല്ല, നീ അവിടെ നിൽക്കാൻ ഒരിക്കലും പാടില്ല, അതാണെങ്കിൽ ജോ താമസിക്കുന്ന വീടാ. അപ്പോഴാണെങ്കിൽ വണ്ണ് അവൻ്റെ അടുത്ത് തിരിച്ചു പറയും, ഇനി മേല നീ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു പോരുത്, അതായത് ജോയുടെ വീട്ടിലോട്ട് വന്നു പോരുത്. ഞാൻ അങ്ങനെ വരുവാണ് എന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിന് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അവനാണെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നേയും അവൻ്റെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയും, അതായത് മേയർ അവനെ വിളിക്കുന്നു എന്ന്. അങ്ങനെ അവനാണെങ്കിൽ മേയറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എന്തുവായി, ഇവൻ ആദ്യമേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൺസ്ട്രക്ഷൻ പണിക്കാരനില്ലേ, അതായത് ആ കൺസ്ട്രക്ഷൻ്റെ ഓണർ, അവനാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവനെ കാണുന്നതും അയാൾ, അതായത് ആ ദുഷ്ടൻ ചോദിക്കും, ആഹാ നീ ഇപ്പം ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? നീ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്യുവിന് ഇവനെ കാണുന്നതിന് നല്ല ദേഷ്യം വരും. ഇവർ എല്ലാവരോട് ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങും. അതായത് ഏതോ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവനാണെങ്കിൽ ഈ മേയറിന് എല്ലാ ഫുൾ സെറ്റിൽമെൻറ്റും ചെയ്തു എന്നും പറഞ്ഞിട്ടുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്യുവും അതേപോലെ തന്നെ വണ്ണും അതേപോലെ തന്നെ അവൻ്റെ ആ ഒരു അസിസ്റ്റൻ്റില്ലേ, ഇവർ മൂന്നുപേരോട് നിന്ന് സംസാരിക്കുന്നത്. അവിടെ നമ്മുടെ ഷിന്യു പറയും, അതായത് ആ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങിൻ്റെ ഓണർ ഫുൾ സെറ്റിൽമെൻറ്റും ചെയ്തു എന്ന്, ഇനിയിപ്പോൾ ആ കേസ് നമുക്ക് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ അവൻ അവിടെ നിന്ന് സംസാരിക്കും. ഇത് കേൾക്കുന്നേ ബാക്കിയുള്ളവരെല്ലാം ഷോക്കാകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഈ ആകാശത്ത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ കഴിഞ്ഞ ദിവസം നടന്ന കാര്യം ആലോചിക്കും. അതായത് നമ്മുടെ ഷിന്യു കുടിച്ചിട്ട് നമ്മുടെ ജോയിനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരത്തില്ലേ, അവൻ കിസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അടുത്തെത്തുന്നതും പെട്ടെന്ന് തന്നെ ബോധം കെട്ടങ്ങ് വീഴും. എന്നിട്ട് അവളുടെ മടിയിലായിട്ട് കിടക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യും. എന്നാൽ അവളെ കൊണ്ട് അതിന് പറ്റത്തില്ല. അവളാണെങ്കിൽ ഇവനെ വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ നോക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്യുവിന് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളതല്ലേ, അവന് ഒരു ഇഞ്ച് അനക്കാൻ പോലും ഇവക്ക് പറ്റത്തില്ല. അവസാനം ഇവനാണെങ്കിൽ തറയിലങ്ങ് കിടക്കും. നമ്മുടെ ജോ വന്നിട്ട് പറയും, മര്യാദയ്ക്ക് നീ എഴുന്നേറ്റോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവും. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ, ഞാൻ ഇവിടെ കിടന്ന് ചത്തു പോവും എന്ന്. അവസാനം നമ്മുടെ ജോയ് ആണെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലൊക്കെ എഴുന്നേപ്പിച്ച് ഇവൻ്റെ വീട്ടിലായിട്ട് കൊണ്ടുവന്ന് സെറ്റിയിലായിട്ടിരുത്തും. എന്നിട്ട് അവളാണെങ്കിൽ അവനെ അവിടെ ആക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നേ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു അവളടുത്ത് പറയും, എനിക്ക് കുറച്ച് വെള്ളം വേണം, വെള്ളം കുടിക്കണം എന്ന്. അങ്ങനെ അവസാനം നമ്മുടെ ജോയ് ആണെങ്കിൽ അവന് ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഷിന്യു ആണെങ്കിൽ പറയും, എനിക്കാണെങ്കിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഡിസാസ്റ്റർ സ്പെല്ല് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമല്ലേ, എനിക്കത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു താല്പര്യവും ഇല്ല. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാളെ ഇത്രയും സ്നേഹിക്കുന്നത്. ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഇതുവരെയും കരഞ്ഞിട്ടില്ല. നീ ആണെങ്കിൽ നിൻ്റെ അച്ഛനെ പറ്റി അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു. നീ എന്താ വിചാരിക്കുന്നത്, ഇതെല്ലാം ഒരു സ്പെല്ല് കാരണമാ എന്നാണോ? എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞ് ഇതൊന്നും നമ്മുടെ ജോ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ റെഡി ആവത്തില്ല. നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവളുടെ അടുത്ത്
ചെയ്യുന്നത് ഓപ്പൺ ആയിട്ട് ഇഷ്ടമാണ് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്കായിപ്പോവും. ഇപ്പൊ പ്രസന്റ് ടൈം കാണിക്കും. ഇപ്പൊ നമ്മുടെ ജോയാണെങ്കിൽ ഈ ഷിന്യു പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അവള് വിചാരിക്കും എന്തൊക്കെയായിരുന്നാലും ആ പൊട്ടൻ ഇപ്പോൾ ഒരു കാര്യവും ഓർമ്മയില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്തോത്തിനായെന്ന്. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു സംഭവം കാണിക്കുന്നത്, അതായത് നല്ല പൂർണ്ണചന്ദ്രൻ എത്തിയ ഒരു ദിവസം നമ്മുടെ ജോയും അതേപോലെ തന്നെ ഷിന്യുവും കൂടി ഡിസാസ്റ്റർ സ്പെല്ലില്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തായിട്ട് വന്ന് നിൽക്കും. അവിടെ നമ്മുടെ ജോയാണെങ്കിൽ ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും, നീ എന്താ അന്ന് ഞാൻ വാങ്ങിച്ചെന്ന ഡ്രസ്സ് ഇട്ടിട്ട് വരാഞ്ഞ? അപ്പോൾ നമ്മുടെ ജോ പറയും, ഞാനേ ബസ്സിലാണ് വന്നത്, ഞാൻ അത് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലതുപോലെ തണുക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിട്ട് വന്നേ. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, അല്ലെങ്കിലും ജാക്കറ്റ് ഇട്ടിട്ട് വന്നത് തന്നെ നല്ലത്, നീ അല്ലാതെ ഇപ്പം എൻ്റെ മുമ്പിൽ വന്ന് നിന്നിരുന്നെങ്കിൽ എൻ്റെ കൺട്രോൾ പോയാനെ. പെട്ടെന്ന് നമ്മുടെ ജോ പറയും, ഇനിയിപ്പോഴേ ഈ ഒരു സ്പെല്ലും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇനി ഒരു കാലത്തും ഇങ്ങനെയുള്ള ഒരു കാര്യവും പറയത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോയാണെങ്കിൽ ആ സ്പെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തും. എന്നിട്ട് അവൾ അവിടെ വന്നിരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷിന്യുവിനെയും വിളിക്കും. അവനാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവനിങ്ങനെ മാറി നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ വന്നിട്ട് മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കടാ, ഇത് ചെയ്തേ പറ്റത്തോളം പറഞ്ഞിട്ട് അവനെ ഫോഴ്സ്ഫുള്ളി പിടിച്ചെടുത്തു. എന്നിട്ട് അവളാണെങ്കിൽ കണ്ണൊക്കെ അടച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണെങ്കിൽ നമ്മുടെ ജോ കണ്ണടച്ചിരിക്കുന്ന കാണുന്നത് ഷിന്യു ആണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ ജോ പറയും, നിന്റെ അടുത്തും കൂടി കണ്ണടയ്ക്കാനാ പറഞ്ഞത്, മര്യാദയ്ക്ക് കണ്ണടച്ചോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെ കണ്ണും അടച്ച് ആ ഒരു സ്പെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ അവിടെ ആയിട്ടൊരു ലേഡി ഓടി വരും. എന്നിട്ട് പറയും, എൻ്റെ മിട്ടുവിനെ കാണുന്നില്ല എന്ന്. പെട്ടെന്ന് നമ്മുടെ ജോയും അതേപോലെ തന്നെ ഷിന്യു കൂടി എഴുന്നേറ്റ് ചോദിക്കും, അയ്യോ നിങ്ങളുടെ മോനെ കാണുന്നില്ലേ? അപ്പോൾ ആ ലേഡി പറയും, എൻ്റെ മോൻ തന്നെയാണ്, പക്ഷെ അതൊരു പട്ടിക്കുട്ടിയാണ്, അവനെ കാണുന്നില്ല, അവൻ ഈ കാട്ടിൽ എവിടെയോ കളഞ്ഞുപോയി എന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ടും കടന്ന് കരയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ചാടി കയറിയിട്ട് പറയും, അയ്യോ നിങ്ങളുടെ പട്ടീനെ കാണുന്നില്ലേ, ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും, നിങ്ങളുടെ പട്ടീനെ കണ്ടുപിടിക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങളുടെ ഇത് കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇതങ്ങ് ഏറ്റുപിടിക്കും. പെട്ടെന്ന് നമ്മുടെ ജോയ്ക്ക് നല്ല ദേഷ്യം വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പൊക്കോണ്ടിരിക്കുകയല്ലേ, അവർക്ക് ഈ സ്പെല്ല് ചെയ്യണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ ഷിന്യു പറയും, എന്താ നീ എന്തുവാ പറയുന്നത്, നമുക്ക് ഈ പട്ടീനെ കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ. അവസാനം നമ്മുടെ ജോ ഒരു വഴിയും ഇല്ലാതെ അതിന് സമ്മതിക്കും. രണ്ടുപേരോട് ഒരുമിച്ച് അങ്ങനെ കാട്ടിലൂടെ നടക്കും. മിട്ടു മിട്ടു എന്നും വിളിച്ചിട്ട് അവൻ്റെ ഒരു കളിപ്പാട്ടവും കയ്യിലുണ്ട്. അങ്ങനെ ഇവർ ഒരു വഴി വരെ നടക്കുന്നതും പെട്ടെന്ന് ഒരു പട്ടിയുടെ സൗണ്ട് കേൾക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുവാ, ഒരു തടിമാടൻ പട്ടിക്കുട്ടി അവിടെയായിട്ട് ഒളിച്ചിരിക്കുന്നു. അത് പട്ടിക്കുട്ടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വലിയ ഒരു പട്ടി. നമ്മുടെ ജോയും അതേപോലെ തന്നെ ഷിന്യുവും ഭയങ്കരമായിട്ടും പേടിച്ചു. ഈ പട്ടിയാണെങ്കിൽ ഇവരെ കാണുന്നതും ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ ചാടാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് നമ്മുടെ ജോ ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. ഷിന്യു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവളുടെ ഫ്രണ്ടിലായിട്ട് കയറിയിരിക്കും. എന്നിട്ട് പറയും, നീ ഒരു കാര്യം വെച്ചാലും പേടിക്കണ്ട, ഞാനെല്ലാം മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവളെ കവർ ചെയ്ത് നിൽക്കും. ഈ പട്ടി ഇവരുടെ നേർക്ക് ചാടാനായിട്ട് വരുന്നത് വേഗം തന്നെ നമ്മുടെ ഷിന്യു ഇവളെ പിടിച്ച് മാറ്റി രണ്ടുപേരുടെ തറയിലായിട്ട് വീഴും. ഈ പട്ടിയാണെങ്കിൽ അവിടെയുള്ളൊരു മരത്തിലിടിച്ച് വീഴുന്നത് പോലെ കിടക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്യുവും അതേപോലെ തന്നെ ജോയും ഭയങ്കരമായിട്ടും പേടിച്ചു പോയായിരുന്നു. ജോയ്ക്കാണെങ്കിൽ മനസ്സിലാവത്തില്ല ഇവിടെ എന്തോ സംഭവിച്ചെന്ന്. പെട്ടെന്ന് ജോ ചോദിക്കും, ആ പട്ടി എന്തിയെ, നിന്നെ അവൻ കടിച്ചോ? അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, ഇല്ല അവൻ എന്നെ കടിച്ചിട്ടില്ല. അപ്പോൾ അവൻ ചോദിക്കും, നീ ഓക്കെ അല്ലേ? പെട്ടെന്ന് നമ്മുടെ ജോ പറയും, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, നീ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, ഞാൻ ഒട്ടും ഓക്കെ അല്ല, എൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ടും കൂടി നിൽക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരും വേഗം തന്നെ ചാടി എഴുന്നേക്കും. നോക്കുമ്പോൾ എന്താ, ഈ പട്ടിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ്. അവനാണെങ്കിൽ അങ്ങനെ ആക്രമിക്കത്തൊന്നുമില്ല. ഇവനാണെങ്കിൽ നമ്മുടെ ഷിന്യുവിൻ്റെ പുറമെയായിട്ട് ഇങ്ങനെ നക്കി നിൽക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ പറയും, ആഹാ കൊള്ളാലോ, നിങ്ങൾ രണ്ടുപേരും ഇത്ര പെട്ടെന്ന് കൂട്ടായോ? എനിക്ക് തോന്നുന്നത് ആ പട്ടിക്കാണെങ്കിൽ നിന്നെ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയെന്നാ, ഇതുകൊണ്ടാണ് ഞാൻ നിന്നെയാണ് പട്ടീനെ പോലെ റിലേറ്റ് ചെയ്ത് സംസാരിച്ചത് എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോയാണെങ്കിൽ ആ പട്ടിക്കുട്ടിയെ എടുത്ത് അവിടെയായിട്ട് ഇരിക്കാൻ പറയും. ഉടനെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കും. അപ്പോൾ നമ്മുടെ ജോ പറയും, ഞാൻ നിൻ്റെ അടുത്തല്ല പറഞ്ഞത്, ഈ പട്ടിയെടുത്താണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ജോ പറയുന്നൊക്കെ ഈ പട്ടിയേക്കും. അതാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ജോയാണെങ്കിൽ പട്ടിക്കുട്ടിയെടുത്ത് കൈ കാണിക്കാൻ പറയും. അവൾ കൈ നീട്ടുന്നതും അവനാണെങ്കിൽ ഇവളുടെ കയ്യിലായിട്ട് കൈ എടുത്ത് വെക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷിന്യുവും കൈ എടുത്ത് വെക്കും. വേഗം തന്നെ ഈ പട്ടി കൈ അങ്ങ് മാറ്റും. അപ്പോൾ ഇവർ രണ്ടുപേരും കൈയും പിടിച്ചുകൊണ്ട് നിൽക്കുക. വേഗം തന്നെ നമ്മുടെ ജോ പറയും, മര്യാദയ്ക്ക് അങ്ങോട്ട് എഴുന്നേക്കുക, എന്നിട്ട് നമുക്ക് പോയി ആ സ്പെല്ല് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ആ പട്ടിയുടെ ഓണർ അവിടേക്ക് വരും. എന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അതിനെയും വിളിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോട് തിരിച്ചു വന്നിട്ട് ഈ സ്പെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരുങ്ങുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിന്യു പറയും, ഇന്നിനിപ്പോൾ സ്പെല്ല് ചെയ്യണോ? എൻ്റെ ഡ്രസ്സ് മൊത്തം അഴുക്കായി, ഇനിയിപ്പം പിന്നൊരിക്കൽ ചെയ്താൽ പോരെ? അപ്പോൾ നമ്മുടെ ജോ ചോദിക്കും, നീ എന്തോ കളിക്കുവാന്നോ? ഇനിയിപ്പോൾ അടുത്ത തവണ സ്പെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി 1 മാസം കൂടി വെയിറ്റ് ചെയ്യണം. എനിക്ക് അത്രയും നാളും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, മര്യാദയ്ക്ക് നീ ഇവിടെ ഇരിക്കുക, എന്നിട്ട് നമുക്ക് ആ സ്പെല്ല് ചെയ്തിട്ട് പോവാം. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഷിന്യുവിനാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൻ പറയും, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ സ്പെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും
രണ്ടു വഴിക്ക് ആവത്തില്ലേ, നീയാണെങ്കിൽ പിന്നീട് നിന്റെ ആ ക്രഷിന്റെ പുറവേ പോവും, എൻ്റെ ലൈഫ് മാറും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ പറയും അത് തന്നെയല്ലേ നല്ലത്. അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവസാനം രണ്ടുപേരും സ്പെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അങ്ങനെ നമ്മുടെ ജോയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ആ സ്പെല്ല് ചെയ്യും. അവസാനം നമ്മുടെ ഷിന്നുവിൻ്റെ കയ്യിലായിട്ട് ഒരു റെഡ് കളർ പേപ്പർ കൊടുക്കും. എന്നിട്ട് പറയും ഈ പേപ്പറിനെ നീ സൂക്ഷിച്ച് വെച്ചേക്കണം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ആ സ്പെല്ലൊക്കെ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജോയാണെങ്കിൽ ഷിന്നുവിൻ്റെ അടുത്ത് ചോദിക്കും നീ എന്നെ എൻ്റെ വീട് വരുന്ന ഡ്രോപ്പ് ചെയ്യുമോ? അപ്പം നമ്മുടെ ഷിന്നു പറയും ഇനി മുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇനി ഡ്രോപ്പ് ചെയ്യത്തില്ല, നീ നിൻ്റെ പാട് നോക്കി എങ്ങനെയാന്ന് വെച്ചാൽ തിരിച്ചു പോക്കോ. അപ്പം നമ്മുടെ ജോ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിരിഞ്ഞങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ജോയാണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിടന്ന് ഉറങ്ങുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അവളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. പെട്ടെന്ന് തന്നെ അവൾക്കൊരു കോൾ വരും. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിനു ആണ്. അവനാണെങ്കിൽ നമ്മുടെ ജോയിനെ വിളിച്ചിട്ട് കാര്യം പറയും. അതായത് നിനക്കൊരു കാര്യം അറിയാവോ, ആ സ്പെല്ലിപ്പോൾ വർക്കായി, ഇത്രയും നേരമായിട്ട് ഞാൻ നിന്നെപ്പറ്റി ചിന്തിച്ചത് കൂടിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് വേഗം തന്നെ കോളൊക്കെ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജോയാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചാടിത്തുള്ളി അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. അവളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതും അവിടെയായിട്ട് വണ്ണിനെ കാണും. അപ്പോൾ വണ്ണ് വന്നിട്ട് ചോദിക്കും നീ എന്ത് പറ്റി ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ജോ പറയും അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ണി ചോദിക്കും ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ? അങ്ങനെ രണ്ടുപേരും കൂടി കാറിനകത്ത് യാത്ര ചെയ്യും. കാറിനകത്തിരിക്കുന്നേ നമ്മുടെ ജോ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മുടെ വണ്ണി ചോദിക്കും നിന്റെ ഈ സന്തോഷത്തിനൊക്കെ കാരണം ആ ഷിന്നു ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും അതെ അവൻ തന്നെയാണ്. ഇപ്പം ഞങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നവും സോൾവ് ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ അവൻ്റെ ശല്യം എനിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല, എല്ലാ പ്രശ്നവും നേരെയായെന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കും. അക്കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഈ വണ്ണാണെങ്കിൽ നമ്മുടെ ഈ ജോയുടെ അടുത്ത് ചോദിക്കും നീ ഈ ഞായറാഴ്ച ഫ്രീ ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ജോ ചോദിക്കും നീ എന്ത് പറ്റി അങ്ങനെ ചോദിച്ചാൽ. അപ്പം നമ്മുടെ ഈ വണ്ണ് പറയും അത് നമുക്കൊരു ഡോഗ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വയ്യ. അങ്ങനെ അവളാണെങ്കിൽ ഇങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ നമ്മുടെ ഈ വണ്ണിൻ്റെ അടുത്ത് പറയും നീ എന്നെ ഈ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് നിർത്തിയാൽ മതി, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത റൂമറിന് കാരണമാവും. അങ്ങനെ നമ്മുടെ വണ്ണാണെങ്കിൽ അവളെ ആ ഒരു സ്റ്റോപ്പിലായിട്ട് നിർത്തും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഷിന്നു അതിലേ വരുമായിരുന്നു. അവന് നല്ല സന്തോഷത്തിലാണ്. നമ്മുടെ ജോയാണെങ്കിൽ അവിടെ റോഡ് ചെന്നിട്ട് ഭയങ്കര എക്സ്ട്രീം ഹാപ്പി ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വണ്ണാണെങ്കിൽ ഇപ്പോൾ അവളൊരു ഡേറ്റിനും വിളിച്ചിട്ടുണ്ട്. പോരാത്തതിന് അവളുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി. അവളങ്ങനെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നതും നമ്മുടെ ഷിന്നു ആണെങ്കിൽ അതിലേ പോവും. അവിടെ സൈഡിലായിട്ട് കുറച്ച് വെള്ളം കിടപ്പുണ്ടായിരുന്നു. അവൻ കാറ് വെച്ചിട്ട് നല്ലതുപോലെ വെള്ളം തെറിപ്പിച്ചിട്ടാണ് പോകുന്നത്. അവനത് അറിയത്തില്ല. നമ്മുടെ ജോയുടെ ദേഹത്തായിട്ട് അത് വന്ന് വീടും. ജോ വിചാരിക്കും ഇത് ആരാടാ ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ നോക്കുമ്പോൾ എന്തുവാ അത് നമ്മുടെ ഷിന്നുവിൻ്റെ കാറാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛനെയും അമ്മേനെയാണ്. അവിടെയാണെങ്കിൽ ഷിന്നുവിൻ്റെ അച്ഛൻ വന്നിട്ട് ഷിന്നുവിൻ്റെ അമ്മയെടുത്ത് ഒന്ന് ചോദിക്കും അതായത് ഇതിനകത്ത് ഏത് ഷർട്ടാണ് നല്ലത് എന്ന്. അങ്ങനെ അവൻ്റെ അമ്മയാണെങ്കിൽ ഒരു ഷർട്ട് ചൂസ് ചെയ്ത് കൊടുക്കും. എന്നാൽ ഇവൻ്റെ അച്ഛനാണെങ്കിൽ അമ്മ ഏത് ഷർട്ടാണോ ചൂസ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്യും. എന്നിട്ട് അയാൾ വീണ്ടും വരും. എന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഏത് ടൈയാ നല്ലത് എന്ന്. അപ്പോൾ ഇവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. അമ്മ പറയും നിങ്ങളല്ലേ ഇപ്പം നേരത്തെ സ്വന്തമായിട്ട് ചൂസ് ചെയ്ത് സ്വന്തമായിട്ട് അങ്ങ് ചൂസ് ചെയ്താൽ മതി. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കൂടും. അത് കഴിഞ്ഞിട്ട് ഈ അച്ഛനാണെങ്കിൽ റെഡി ആയിട്ട് പോവാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് അയാൾ നമ്മുടെ ഷിനുവിൻ്റെ അമ്മയടുത്ത് കാര്യമായിട്ടൊന്നും സംസാരിക്കാതെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവിടെ ആയിട്ടൊരു കപ്പലിരിപ്പുണ്ട്. അതിനെ കണ്ടിട്ട് ഡാഡി രാത്രി വരാവേ എന്നും പറയും ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോകും. ഇത് കാണുന്നതും നമ്മുടെ ഷിനുവിൻ്റെ അമ്മ വിചാരിക്കും ഡാഡി ഇപ്പം വരും, നിന്നെ ഞാനിവിടെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഈ കപ്പലിനെ എടുത്ത് വിൽക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിനുവിൻ്റെ അമ്മയാണെങ്കിൽ ഈ കപ്പലും കൊണ്ട് വിൽക്കാൻ വേണ്ടി വരുന്നതാണ്. ഇത് വാങ്ങിക്കാൻ വേണ്ടി വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഷിനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിലെ അവൻ തന്നെയാണ്. അങ്ങനെ ഇവർ ഈ കപ്പലിനെ വിൽക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഷിന്നുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്ന് 2 ബോട്ടിൽ കാണിച്ചിട്ട് ചോദിക്കും ഇതിനകത്ത് ഏതാണ് ഏറ്റവും നല്ലത് എന്ന്. സത്യം പറഞ്ഞ് ഇത് കാണുന്നേയും നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അവരാണെങ്കിൽ കഷ്ടപ്പെട്ട് ഒരു ബോട്ടിൽ ചൂസ് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നുവിൻ്റെ ഫ്രണ്ട് പറയും നിങ്ങളുടെ ടേസ്റ്റ് നല്ലതാണല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നുവിൻ്റെ ഓഫീസാണ്. അവിടെയായിട്ട് നമ്മുടെ ജോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ സ്റ്റാഫ് ഇല്ലേ അയാൾ വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് റേസ് ചെയ്യും. അതായത് അവിടെയാണെങ്കിൽ ഒരാൾ വന്നിട്ട് അക്രമം കാണിച്ചോ അവിടെയുള്ള ലേഡി സ്റ്റാഫിനെ ആക്രമിക്കാൻ നോക്കിയെന്ന്. അങ്ങനെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ അതിൻ്റെ CCTV ഫുട്ടേജൊക്കെ എടുത്തു വെച്ച് നോക്കും. അപ്പോൾ എന്തുവാ അവിടെയായിട്ട് നമ്മുടെ ജോയിനെയും ആക്രമിച്ചിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ ഷിന്നുവിനങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷിന്നുവിൻ്റെ അച്ഛനാണെങ്കിൽ തിരിച്ച് ഓഫീസിൽ നിന്ന് വരുന്നതാണ്. അവിടെ വരാൻ നേരത്താണെങ്കിൽ ഇപ്പോൾ അവിടെ കപ്പലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെടുത്ത് ചോദിക്കും ഇവിടെ ഇരുന്ന കപ്പൽ എവിടെ പോയി, എൻ്റെ മോനെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നു
ഷിന്നുവിൻ്റെ അമ്മ പറയും അത് ഞാനെടുത്ത് കളഞ്ഞു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛൻ പറയും ഓഹോ നീ എൻ്റെ കൊച്ചിനെ എടുത്ത് കളയാറായല്ലേ, ഇങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഒരു കോംപ്രമൈസിന് റെഡിയല്ല, നമുക്ക് രണ്ടുപേർക്കും അങ്ങ് ബ്രേക്കപ്പ് ആയാൽ മതി, ഞാനിപ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നുവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ആ ഗാർഡനറില്ലേ അയാൾ നമ്മുടെ ജോയിനെയും കാത്ത് നിൽക്കുക. അതും അയാളുടെ കയ്യിലൊരു ബൊക്കെയൊക്കെ ആയിട്ട് അയാൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ജോ വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്ത് പറ്റി ഇവിടെ നിൽക്കുന്നത്, എന്തിനാ എന്നെ കാത്ത് നിൽക്കുന്നേ എന്ന്. അപ്പോൾ അയാൾ പറയും നമുക്ക് രണ്ടുപേർക്കും ഒരു ഡിന്നർ കഴിക്കാൻ പോയാലോ. പെട്ടെന്ന് നമ്മുടെ ജോ ചോദിക്കും അതെന്താ പെട്ടെന്നൊരു ഡിന്നറിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കാണുന്നതും ഇയാളാണെങ്കിൽ നമ്മുടെ ജോയ്ക്ക് നേരെ ഒരു ബൊക്കെ എടുത്ത് നീട്ടും. പെട്ടെന്ന് നമ്മുടെ ജോയ്ക്ക് ഡൗട്ടാവും, അതായത് ഇയാൾ തന്നെയായിരിക്കും അന്ന് അവൾക്ക് ബൊക്കെ കൊടുത്തത് എന്ന്. പെട്ടെന്ന് അവൾ ചോദിക്കും നിങ്ങളാണോ അന്ന് എൻ്റെ വീട്ടിലായിട്ട് ബൊക്കെ കൊണ്ടുവച്ചേ. അപ്പോൾ ഇയാൾ അതേ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്ക് മനസ്സിലാവും, അതായത് ഇയാൾക്കും നമ്മുടെ ജോയിനെ ഇപ്പോൾ ഇഷ്ടമാണ് എന്ന്. ഇയാളാണെങ്കിൽ ഒരുമാതിരി സംസാരിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ ജോ പറയും എനിക്ക് വേറെ പ്ലാൻ ഉണ്ട്, ഞാൻ വേറൊരാളുടെ കൂടെ ഡിന്നർ പോകാതിരിക്കുമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നതും ആ ഗാർഡനർ ചോദിക്കും നീ ആരുടെ കൂടെ ഡിന്നറിന് പോകാനായിട്ടിരുന്നേ. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നൊരു സൗണ്ട് വരും. അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നുവാണ്. അപ്പോൾ ഷിന്നു വന്നിട്ട് പറയും ഞാൻ ഇവളുടെ കൂടെ ഡിന്നറിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുക എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ജോയിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ ഗാർഡനറിനെ തിരിഞ്ഞൊന്ന് തൂറിച്ചു നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരുടെ കാറിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും അയാൾ ആരാ, അയാൾ എന്തിനാ നിന്റെ പുറവേ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോ അവിടെ പറയും അയാൾ വന്ന് ആ ലവിൻ്റെ ഡ്രിങ്ക് കുടിച്ചായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിന്നു ആണെങ്കിൽ ജോ എടുത്ത് ചോദിക്കും അത് കൊള്ളാലോ, ഈ നാട്ടിലുള്ള എല്ലാവരും നിന്നെ സ്നേഹിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോ പറയും ഞാനിത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ, എൻ്റെ ബോട്ടിലിനകത്തുള്ള വെള്ളം അവരെടുത്ത് കുടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും എന്തായിരുന്നാലും കൊള്ളാം നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഷിന്നു ആണെങ്കിൽ ജോയുടെ അടുത്ത് ചോദിക്കും അതായത് മറ്റേ ഡിസാസ്റ്റർ സ്പെല്ലിന് വേണ്ടിയിട്ട് നീ എഴുതിയിട്ടൊരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നില്ലേ, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കും, അത് ഞാൻ എത്ര നാൾ സൂക്ഷിച്ചു വെച്ചേക്കണം, എന്തുവാ അതിൻ്റെ പർപ്പസാണ്. അപ്പോൾ നമ്മുടെ ജോ പറയും അത് നീ എന്തായിരുന്നാലും കൈ വെച്ചാൽ നിനക്ക് എന്തായിരുന്നാലും അതിൻ്റെ ആ ഫീലിങ്സ് ഒന്നും വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അവസാനം ഓരോന്ന് സംസാരിച്ച് രണ്ടെണ്ണം കൂടി അങ്ങ് അടിയാവും. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഷിന്നു പറയും ഇവിടെ ഞാൻ വണ്ടി നിർത്തുക, മര്യാദയ്ക്ക് ഇതിൽ നിന്ന് ഇറങ്ങിക്കോണം, എന്നിട്ട് നീ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊക്കോന്ന് പറഞ്ഞിട്ട് അവൻ ദേഷിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ പറയും ഓ ശരി ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം, എന്തായിരുന്നാലും നീ എന്നെ തൊട്ട് മുന്നേ ഹെൽപ്പ് ചെയ്തില്ലേ, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ താങ്ക് യു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നു പറയാം അല്ലേ വേണ്ട ഞാൻ നിന്റെ വീട് വരെ കൊണ്ടാക്കാം. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയാണെങ്കിൽ ഒന്ന് ഷോക്കാകും. എന്നാൽ നമ്മുടെ ജോ പറയും എനിക്ക് നിന്റെ ഹെൽപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അതിൻ്റെ തൊട്ട് പുറവേ തന്നെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ അവൻ്റെ കയ്യിലിരുന്ന ആ പേപ്പറില്ലേ അതെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കും. അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് എത്തുന്നേ. അവിടെയായിട്ട് നമ്മുടെ ഷിന്നു ഓൾറെഡി നിൽക്കുന്നേ. അപ്പോൾ നമ്മുടെ ജോ വന്നിട്ട് ചോദിക്കും നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നേ, നിൻ്റെ അടുത്ത് ഞാൻ പൊക്കോളാൻ പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മുടെ ഷിന്നു വന്നിട്ട് പറയും ഇങ്ങ് വന്നേ, നീ ആണെങ്കിൽ ആ സ്പെല്ലിൻ്റെ പേപ്പറിനകത്ത് എന്തോ എഴുതി വെച്ചത്, നീ ആണെങ്കിൽ പൊട്ടത്തരം മാത്രമാണ് കാണിച്ചു വെച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ ആ പേപ്പർ തുറന്ന് കാണിക്കും. അതിനകത്താണെങ്കിൽ ഡിസാസ്റ്റർ എന്നുള്ളതിന് പകരമായിട്ട് അവൾ ഫ്ലവർ എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്കായി പോകും. അവൾ പറയും അത് ഞാൻ ഭയങ്കര നെർവസ് ആയപ്പോൾ എന്തോ ഒരു അബദ്ധം പറ്റിയതാ എന്ന്. അപ്പോൾ അവൻ ചോദിക്കും നീ നെർവസ് ആയ എന്തിനാ. അപ്പോൾ നമ്മുടെ ജോ പറയും അത് നീ എന്നെ നോക്കിക്കൊണ്ട് നിന്നിട്ടാ എന്ന്. പെട്ടെന്ന് നമ്മുടെ ഷിന്നു ചോദിക്കും ഓഹോ അപ്പം ഞാൻ നോക്കിക്കൊണ്ട് തന്നാൽ നിനക്ക് നെർവസ് ആവുമല്ലേ, എന്നാൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് എൻ്റെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ല എന്നാണല്ലോ. അപ്പം നമ്മുടെ ജോ പറയാം അത് നീ എൻ്റെ അടുത്ത് അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, അതായത് എന്നോട് ഇഷ്ടം, ഇത്രയും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പാക്കും. പെട്ടെന്ന് നമ്മുടെ ഷിന്നുവിനാണെങ്കിൽ അന്ന് രാത്രി സംഭവിച്ച കാര്യം ഓർമ്മ വരും. അതായത് അവൻ പറയത്തില്ലേ നമ്മുടെ ജോയുടെ അച്ഛൻ്റെ കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് സങ്കടപ്പെടുന്നതിനെയാണോ ലവ് എന്ന് പറയുന്നേ എന്ന്. ഇതിങ്ങനെ അവൻ ആലോചിച്ചിട്ട് അവൻ പെട്ടെന്ന് നമ്മുടെ ജോയുടെ അടുത്ത് പറയും അത് ഞാൻ അന്ന് കുടിച്ചിട്ട് പറഞ്ഞ് നീ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. പെട്ടെന്ന് നമ്മുടെ ജോ പറയും അല്ലെങ്കിലും നീ കുടിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ നടക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ അവിടെയായിട്ട് വൺ വരും. അവൻ വന്നിട്ട് നമ്മുടെ ഷിന്നുവിൻ്റെ അടുത്ത് ചോദിക്കും ഷിന്നു ഞാൻ നിൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞില്ലേ ഈ വീടിൻ്റെ മുമ്പിലായിട്ട് വരരുത്, ആവശ്യമില്ലാത്ത ജോയിനെ കാണാൻ നോക്കരുത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നു പറയും അത് എന്നെ കൊണ്ട് ഇവളെ മിസ് ചെയ്യുന്നത് മാറ്റാൻ പറ്റിയില്ല, എനിക്കിവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനാണെങ്കിൽ ജോയിനെ ലവ് ചെയ്യുന്നു എന്നാണെങ്കിൽ അവൻ നമ്മുടെ ഈ വണ്ണിൻ്റെ മുന്നിലായിട്ട് ഓപ്പൺ ആയിട്ട് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ ഭയങ്കര ഷോക്കായി പോകും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.